ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അൽഫാം മന്തി കേട്ടോ. അൽഫാം മന്തി എന്നൊക്കെ പറയാം, തട്ടിക്കൂട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അൽഫാമിനുള്ള പീസുകൾ മാറ്റിയേക്കാം കേട്ടോ. അത് നല്ലോണം ഫോർക്ക് വെച്ച് കുത്തി കേട്ടോ. ഞാൻ അതിന് മുമ്പേ തന്നെ കത്തി കൊണ്ട് 2-3 വര വരച്ചിട്ടുണ്ട്, അതാണ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മന്തി മസാല, പിന്നെ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് മാഗി ക്യൂബ്, ഒരു മാഗി ക്യൂബിന് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കളറ് ചേർത്തിട്ടുണ്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മല്ലി, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി, ഒരു ക്യാപ്സിക്കം. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്തോളി. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം. അത് കഴിഞ്ഞ് അതെങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ, അതങ്ങനെ വെച്ചിട്ട് നേരെ നമുക്ക് അടുപ്പത്ത് കയറ്റാം. അടുപ്പത്ത് കയറ്റിയിട്ട് അങ്ങനെ ഗ്യാസ് ഓണാക്കിയിട്ട് അങ്ങനെ മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ച് അത് കുറച്ച് അങ്ങനെ കിടന്ന് വെന്തോട്ടെ കേട്ടോ. അത് വെന്തുന്നാകുമ്പോൾ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് മറിച്ചിട്ട് വേവിക്കുക. പിന്നെയും മൂടി വെക്കുക. നെക്സ്റ്റ് പിന്നെയും തുറക്കുക. പിന്നെ തുറന്ന് നോക്കുക വെന്തോന്ന്, പിന്നെയും മറിച്ചിടുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ കുറച്ച് എണ്ണ മസാലയും കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താ വെച്ചാൽ ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് മുകളിൽ വിതറി കൊടുക്കാൻ കേട്ടോ. ഇതിലത്തെ മസാല കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ മാറ്റി വെച്ച് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു കളറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, റെഡ് കളറ്. നമ്മൾ ഫുഡിൻ്റെ കളർ തന്നെ കേട്ടോ. അതും ജസ്റ്റ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എണ്ണയും മസാലയും തിരക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കളർ എല്ലാം കഴിഞ്ഞ് നമ്മളെ ലാസ്റ്റത്തെ പരിപാടി ഉണ്ടല്ലോ, നമ്മൾ അൽഫാമത്തെ മന്തിൻ്റെ ചിക്കൻ എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക അൽഫാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുളക്. ഇനിയാണ് നമുക്കുള്ള പരിപാടി വരുന്നത്. പിന്നെ പറയാൻ വിട്ടു കേട്ടോ, ഞാൻ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ്